In this video, we are going to discuss the definition of equivalence class, examples and a proposition related to equivalence class. First, we have the definition of equivalence class. Let tilde be an equivalence relation on the set S. For a given element A belongs to S, we define the equivalence class of A, and it is denoted by a square bracket of A, to be the set of all elements of S are equivalent to A. That is, we have a set S and an equivalence relation tilde. Equivalence relation definition നമ്മൾ പറഞ്ഞിരുന്നു, റിഫ്ലെക്സീവ്, സിമ്മട്രി ആൻഡ് ട്രാൻസിറ്റിവിറ്റി മൂന്ന് പ്രോപ്പർട്ടീസും അത് സാറ്റിസ്ഫൈ ചെയ്യണം, ദെൻ ഇറ്റ് ഈസ് കാൾഡ് ഇക്വലൻസ് റിലേഷൻ. ഇനി ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എസ്സിലെ ഒരു എലമെൻ്റ് ആണ് എ എങ്കിൽ എയുടെ ഇക്വലൻസ് ക്ലാസ്സിനെ നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യും. ഇനി ഈ ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള, അതായത് എയിനോട് ഏതൊക്കെ എലമെൻറ്റ്സ് ഈക്വലൻ്റ് ആണോ ആ റിലേഷൻ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ, ഇക്വലൻസ് റിലേഷൻ ഏതൊക്കെ എലമെൻറ്റ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ ആ എലമെൻറ്റ്സിൻ്റെ എല്ലാം കളക്ഷനെ നമ്മൾ എയുടെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയും. ദാറ്റ് ഈസ് ഇൻ സിംബോളിക്കലി ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എക്സ് ബിലോങ്സ് ടു എസ്. എസ്സിലുള്ള എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ സച്ച് ദാറ്റ് ആ എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടി എക്സ് ഈസ് ഈക്വലൻറ്റ് ടു എ ആയിരിക്കണം. അപ്പോൾ എനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും ക്ലാസ് കളക്ഷനാണ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ദി നൊട്ടേഷൻ എസ് ബൈ ടിൽഡ. എസ് ബൈ ടിൽഡ ഈസ് നോൺ ആസ് ദി ഫാക്ടർ സെറ്റ് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ദ റിലേഷൻ ടിൽഡ, ആൻഡ് ഇറ്റ് ഈസ് ദി used for the collection of all equivalence class of S defined by the equivalence relation. ടിൽഡ എന്ന് പറയുന്ന ഇക്വലൻസ് റിലേഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വലൻസ് ക്ലാസ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ എസ് ബൈ ടിൽഡ അല്ലെങ്കിൽ ഫാക്ടർ സെറ്റ് ഓഫ് ടിൽഡ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ വി ഹാവ് എക്സാമ്പിൾസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വി കൺസിഡർ ദ എക്സാമ്പിൾ കോൺഗ്രുവൻസ്. ദാറ്റ് ഈസ് കോൺഗ്രുവൻസ് എന്ന് പറയുന്നത് കോൺഗ്രുവൻസ് മോഡ്ലോ എൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു ബി ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ്ലോ എൻ വേർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ്. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് കോൺഗ്രുവൻസ് മോഡ്ലോ എൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന്. ഇനി ഇതിൻ്റെ ഇക്വലൻസ് ക്ലാസ്, എയുടെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ set of all x belongs to z such that x is equivalent to a by definition. That is, set of all x belongs to z such that x is equivalent to a എന്ന് പറയണമെങ്കിൽ x is congruent to a modulo n ആയിരിക്കണം by definition. What is this? This is the set of congruence modulo n. എ കോൺഗ്രുവൻ്റ് മോഡ്ലോ എൻ ആയിട്ടുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ് ഇത് എന്ന് പറയുന്നത്. അതായത് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ റിമൈൻഡർ വരുന്ന ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ. സോ കോൺഗ്രുവൻസ് ക്ലാസ് മോഡ്ലോ, കോൺഗ്രുവൻ്റ് മോഡ്ലോ എന്നിൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്, കോൺഗ്രുവൻസ് മോഡ്ലോ എൻ ഒരു ഇക്വലൻസ് റിലേഷനാണ്. അതിൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കോൺഗ്രുവൻസ് ഓഫ് എ മോഡ്ലോ എൻ എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് തന്നെ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വി ഹാവ് ദ സെക്കൻഡ് എക്സാമ്പിൾ. വി ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഫ്രം എസ് ടു ടി ഫോർ ഡിഫൈൻഡ് ആസ് x1. ഫോർ എനി x1 ആൻഡ് x2 belongs to S, we define the equivalence relation is denoted by tilde f. That is, x1 ഉം x2 രണ്ട് എലമെൻ്റ് ആണെങ്കിൽ x1 tilde x2 is if f of x1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അതായത് എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും x1 ഈസ് ഈക്വലൻ ടു x2, അല്ലെങ്കിൽ x1 x2 റിലേറ്റഡ് ആണ് എന്ന് പറയും. ഇനി ഇത് നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തിട്ടില്ല, ഈ ടിൽഡ എഫ് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഏതൊരു എലമെൻറ്റും നമുക്കറിയാം എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x1 ആണ് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, x1 ഈസ് റിലേറ്റഡ് ടു x1. ദാറ്റ് ഈസ് റിഫ്ലെക്സിവിറ്റി ഉണ്ട്. ഇനി സിമ്മട്രി എന്ന് പറഞ്ഞാൽ x1 റിലേറ്റഡ് ടു x2 ആണ്. സോ ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കിട്ടും. ഇനി തിരിച്ചെഴുതാം നമുക്കിത്, എഫ് ഓഫ് x2 ഈക്വൽ ടു എഫ് ഓഫ് x1 എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് x2 ഈസ് റിലേറ്റഡ് ടു
x1. So that is the symmetry. ഇനി നമുക്ക് ട്രാൻസിറ്റിവിറ്റി വേണം. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ x1 റിലേറ്റഡ് ടു x2 ഉണ്ട്, അതുപോലെ x2 റിലേറ്റഡ് ടു x3 ഉണ്ട്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? f of x1 ഈക്വൽ ടു f of x2 എന്നെഴുതാം. ഇവിടെ നിന്നും f of x2 ഈക്വൽ ടു f of x3 എന്നെഴുതാം. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ വി ഗെറ്റ് ഈ f of x2 കോമൺ ആണ്. വി ഗെറ്റ് f of x1 ഈക്വൽ ടു f of x3. സോ x1 ഈസ് റിലേറ്റഡ് ടു x3 എന്ന് കിട്ടും. x3. സോ ട്രാൻസിറ്റിവിറ്റി ആൾസോ സാറ്റിസ്ഫൈഡ്. Therefore tilde f is an equivalence relation. Then that is tilde f satisfies reflexive property, symmetric property and transitive property, and hence it is an equivalence relation. Then the collection of all equivalence classes ആണ് നമ്മുടെ factor set of S determined by the relation f, that is S by f എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതായത് അതിൽ വരുന്നത് set of all equivalence classes, collection of all equivalence classes of S determined by tilde f. tilde f എന്ന equivalence relation ഡിറ്റർമൈൻ ചെയ്യുന്ന എല്ലാ equivalence ക്ലാസ്സുകളുടെയും കളക്ഷൻ. നെക്സ്റ്റ് വി ഹാവ് തേർഡ് എക്സാമ്പിൾ. ലെറ്റ് എ ബി ദി സെറ്റ് ഓഫ് ആൾ ഇൻറ്റീജേഴ്സ്. എ എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണ്. ബി ബി ദി സെറ്റ് ഓഫ് ആൾ നോൺ സീറോ ഇൻറ്റീജേഴ്സ്. ആ ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റിന് സീറോ കൊണ്ട് ഒഴിവാക്കി ബാക്കിയുള്ള ഇൻറ്റീജേഴ്സ്, അതായത് സീറോ ഇല്ലാത്ത ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണ് ബി. സീറോ ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. ഓൺ ദി സെറ്റ് വി കൺസിഡർ ദ സെറ്റ് എസ് ഈക്വൽ ടു എ ക്രോസ് ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സ് എല്ലാം ഒരു ഓർഡേർഡ് പെയർ ഫോമിലായിരിക്കും. ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ്. വി ഡിഫൈൻ ഒരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. രണ്ട് എലമെൻറ്റ്സ് എടുത്തു, എം എൻ ആൻഡ് പി ക്യു. ഈ എം എന്നും പി ക്യൂം എസ്സിലെ എലമെൻറ്റ്സ് ആണ്, അഥവാ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ടിൽഡ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എം എൻ ടിൽഡ പി ക്യു ഇഫ് എം ക്യു ഈക്വൽ ടു എൻ പി. അതായത് ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ്, ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ്, അവയുടെ പ്രൊഡക്റ്റ് ഈക്വൽ ടു ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ്, രണ്ടാമത്തെ പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റുകൾ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് എലമെൻറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇനി ഈ ഇക്വലൻസ്, ഈ ടിൽഡ എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷനാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എം എൻ ഈക്വൽ ടു എൻ എം ആണ്. പ്രോഡക്റ്റ് എം ഇൻറ്റു എന്നും എൻ ഇൻറ്റു എം ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എം എൻ ടിൽഡ എം എൻ എന്നെഴുതാം അല്ലേ. ഫസ്റ്റ് എലമെൻറ്റ് ഇവിടുത്തെ സെക്കൻഡ്, അതാണ് എം എൻ. ഇവിടുത്തെ സെക്കൻഡും ഇവിടുത്തെ ഫസ്റ്റും എന്നും. സോ റിഫ്ലെക്സിവിറ്റി ഉണ്ട്, റിഫ്ലെക്സിവിറ്റി. ദെൻ സിമ്മട്രി. സിമ്മട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾറെഡി നമ്മൾ എടുക്കുന്നത് എം എൻ റിലേറ്റഡ് ടു പി ക്യു. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് ബൈ ഡെഫിനിഷൻ നമുക്കറിയാം എം ക്യു ഈക്വൽ ടു എൻ പി ആണ്. ഒന്ന് തിരിച്ചെഴുതാം, എൻ പി ഈക്വൽ ടു എം ക്യു എന്ന് എഴുതാം. ഇനി ഈ എൻ പിനെ പി എൻ എന്ന് എഴുതുന്നുണ്ട്, എം ക്യുവിനെ ക്യു എം എന്ന് എഴുതുന്നുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് പി ക്യു റിലേറ്റഡ് ടു എം എൻ എന്ന് എഴുതാം അല്ലേ. ഇവിടുത്തെ ഫസ്റ്റ് അതാണ് പി, ഇവിടുത്തെ സെക്കൻഡ് എൻ, ദെൻ സെക്കൻഡ് എലമെൻറ്റ് ക്യു, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് എം. സോ പി ക്യു റിലേറ്റഡ് ടു എം എൻ, ദാറ്റ് ഈസ് എം എൻ റിലേറ്റഡ് ടു പി ക്യു എന്ന് സപ്പോസ് ചെയ്തു. വി ഗെറ്റ് തിരിച്ച് കിട്ടി പി ക്യു റിലേറ്റഡ് ടു എം എൻ. സോ സിമ്മട്രി ഉണ്ട്. ദെൻ നെക്സ്റ്റ് വി ഹാവ് ട്രാൻസിറ്റിവിറ്റി. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് എടുത്തു, എം എൻ റിലേറ്റഡ് ടു പി ക്യു ആണ്. അതുപോലെ പി ക്യു എന്ന് പറയുന്നത് എസ് ടി എന്ന് പറയുന്ന എലമെൻറ്റിനോട് ഈക്വൽ ആണ്. എല്ലാ എലമെൻറ്റും ക്യാപിറ്റൽ എസ്സിലെ എലമെൻറ്റ്സ് ആണ്, ഓർഡേർഡ് പെയേഴ്സ്. ദെൻ എം എൻ റിലേറ്റഡ് ടു പി ക്യു ഇംപ്ലൈസ് ബൈ ഡെഫിനിഷൻ എം ക്യു ഈക്വൽ ടു എൻ പി എന്ന് എഴുതാം. ഇവിടുന്ന് പി ടി ഈക്വൽ ടു നമുക്ക് ക്യു എസ് എന്ന് എഴുതാം. ഇനി ഇവിടെ നമ്മൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എം ക്യു ടി ഈക്വൽ ടു എൻ പി ടി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എൻ പി ടി ഈക്വൽ ടു എൻ ക്യു എസ്. അപ്പോൾ ഇവിടെ എം പി ടി ഉണ്ട്, ഇവിടെ എൻ പി ടി ഉണ്ട്. അത് രണ്ട് വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് എം ക്യു ടി ഈക്വൽ ടു എൻ ക്യു എസ് എന്ന് കിട്ടും. സോ ഇതൊന്ന് നമുക്ക് ക്യൂ ക്യാൻസൽ ചെയ്യാം, കാരണം ക്യൂ രണ്ടാമത്തെ എലമെൻ്റാണ്, പി ക്യൂ അതിലെ
പെയറിലെ രണ്ടാമത്തെ എലമെൻ്റാണ്. സോ അത് ബിയിലെ എലമെൻ്റാണ്. എ ക്രോസ് ബി അല്ലേ. ബിയിൽ 0 ഇല്ല. 0 ഡസ് നോട്ട് ബിലോങ്സ് ടു ബി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0 ആണ് ആ എലമെൻറ്റ്. 0 ആയിപ്പോയാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ ക്യൂ നോട്ട് ഈക്വൽ ടു 0. ദെയർഫോർ ക്യൂ ക്യാൻ ബി ക്യാൻസൽഡ് ഓൺ ഈച്ച് സൈഡ്. വി ഗെറ്റ് എം ടി ഈക്വൽ ടു എൻ എസ്. ഇതിനെ നമുക്ക് ഇക്വലൻസ് റിലേഷനാക്കി എഴുതുമ്പോൾ, ടിൽഡ് ഉപയോഗിച്ച് എഴുതുമ്പോൾ, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് എം, ദെൻ സെക്കൻഡ് എലമെൻറ്റ് എൻ ആയിരിക്കും. എൻ ഈസ് റിലേറ്റഡ് ടു ഇവിടുത്തെ സെക്കൻഡ് എലമെൻ്റ് ആയിരിക്കും ടി, ഫസ്റ്റ് എലമെൻറ്റ് എസ്. എം എൻ ഈസ് related to ST, that is the transitivity. So this tilde is an equivalence relation. Then the equivalence class of Mn belongs to S is denoted by M by N എന്നാണ് ഇവിടുത്തെ equivalence classനെ കളക്ഷനെ ഡിനോട്ട് ചെയ്യുക. ആൻഡ് this equivalence relation form the set Q of rational numbers. കാരണം M ഇൻറ്റിജർ ആണ്, N ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇവിടുത്തെ equivalence ക്ലാസ്സുകളുടെ കളക്ഷൻ നമ്മൾ എം എൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ എം എന്നിൻ്റെയും കളക്ഷൻ എന്ന് പറയുന്നത് എല്ലാ റാഷണൽ നമ്പേഴ്സും വരും. ദാറ്റ് ഈസ് ദ സെറ്റ് ക്യൂ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ് വരും. ദെൻ നെക്സ്റ്റ് വി ഹാവ് അനദർ ഡെഫിനിഷൻ, ഫോർത്ത് എക്സാമ്പിൾ. ലെറ്റ് വി കൺസിഡർ സെറ്റ് എസ്. എസ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. ഡെറിവേറ്റീവ് കാണാൻ പറ്റുന്ന ഫങ്ഷൻസിൻ്റെ, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ കളക്ഷൻ. സെറ്റ് ഓഫ് ആൾ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ഫ്രം ആർ ടു ആർ. റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കുള്ള ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ കളക്ഷൻ. അപ്പോൾ അതിലെ എലമെൻറ്റിന് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് ഒരു എലമെൻറ്റിന് എടുക്കാം, ജി ഓഫ് എക്സ് എന്ന അനദർ എലമെൻറ്റ് ഇൻ എസ്. ഇനി ഇവ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ടിൽഡ ജി ഓഫ് എക്സ് if their derivatives are equal. f dash of x equal to g dash of x. ഡെറിവേറ്റീവ് ഈക്വൽ ആണെങ്കിൽ അവ തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇനി ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അതിനോട് തന്നെ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. എഫ് ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ്. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഈസ് റിലേറ്റഡ് ടു എഫ്. റിഫ്ലെക്സിവിറ്റി. ദെൻ സെക്കൻഡ് വൺ സിമ്മട്രിയാണ്. അതായത് എഫ് ഓഫ് എക്സ് ജനറലി എഫ് എന്ന് എടുക്കുന്നുണ്ട്. എഫ് റിലേറ്റഡ് ടു ജി നമുക്കറിയാം എഫ് ഡാഷ് ഈക്വൽ ടു ജി ഡാഷ് ആണ്. തിരിച്ചെഴുതാൻ നമുക്ക് ജി ഡാഷ് ഈക്വൽ ടു എഫ് ഡാഷ്. ദാറ്റ് ഈസ് ജി ഈസ് റിലേറ്റഡ് ടു എഫ്. ദാറ്റ് ഈസ് ദി സിമ്മട്രി. ദെൻ തേർഡ് വൺ നമ്മൾ സപ്പോസ് ചെയ്യുന്നത് എഫ് റിലേറ്റഡ് ടു ജി ആണ്, ജി റിലേറ്റഡ് ടു സം എച്ച് ആണ്. അപ്പോൾ എഫ് റിലേറ്റഡ് ടു ജി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഈക്വൽ ടു ജി ഡാഷ്. ജി റിലേറ്റഡ് ടു എച്ച് എന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഈക്വൽ ടു എച്ച് ഡാഷ്. സോ ബൈ കമ്പയറിങ് വി ഗെറ്റ് എഫ് ഡാഷ് ഈക്വൽ ടു ജി ഡാഷ് ആണ്. ആ ജി ഡാഷ് എച്ച് ഡാഷിനോട് ഈക്വൽ ആണ്. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഈസ് റിലേറ്റഡ് ടു എച്ച്. സോ ടിൽഡ ഈസ് എൻ ഇക്വലൻസ് റിലേഷൻ. So these are the 4 examples for equivalence class. Now we have a proposition related to equivalence class. That is, the statement is, let S be a set and tilde be an equivalence relation on S. S ഒരു സെറ്റാണ്, അതിലുള്ള ഒരു ഇക്വലൻസ് റിലേഷനാണ് ടിൽഡ. ദെൻ ഈച്ച് എലമെൻറ്റ് ഓഫ് എസ് ബിലോങ്സ് ടു exactly one of the equivalence class of S determined by the relation tilde. S ഒരു സെറ്റാണ്, അതിലുള്ള ഒരു ഇക്വലൻസ് റിലേഷനാണ്. റിഫ്ലെക്സിവിറ്റിയും സിമ്മട്രിയും ട്രാൻസിറ്റിവിറ്റി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വലൻസ് റിലേഷനാണ് ടിൽഡ. അങ്ങനെയാണെങ്കിൽ എസ്സിലെ ഓരോ എലമെൻറ്റും, എസ്സിൽ 10 എലമെൻ്റ് ആണെങ്കിൽ ആ 10 എലമെൻറ്റും, അല്ലെങ്കിൽ 100 എണ്ണാണെങ്കിൽ 100 എണ്ണം. ഇനി എസ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണെങ്കിൽ അങ്ങനെ എസ്സിലെ ഓരോ എലമെൻറ്റും ഓരോ ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാവും. എക്സ് വൈ അങ്ങനെ ഓരോ ഇക്വലൻസ് ക്ലാസ് ഉണ്ടെങ്കിൽ എക്സിലെ ഓരോ എലമെൻറ്റും ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാവും. ഇനി എക്സാക്ട്ലി 1 ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാവും. അതായത് എസ്സിലെ ഒരു എലമെൻ്റാണ് എ എങ്കിൽ എ ഏതെങ്കിലും ഒരു ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാവും. ഇനി എ ഒരിക്കലും 2 ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാവില്ല, അതായത് ഒന്നിലധികം ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാവില്ല. ഒരേ ഒരു ഇക്വലൻസ് ക്ലാസ്സിലെ മെമ്പറായിരിക്കും എ. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്, എസ്സിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അത് ഏതെങ്കിലും ഒരു ഇക്വലൻസ് ക്ലാസ്സിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം.
രണ്ടാമത്തെ കാര്യം അത് ഒരേ ഒരു ഇക്വലൻസ് ക്ലാസ്സിലേ ഉള്ളൂ, ഒന്നിലധികം ഇക്വലൻസ് ക്ലാസ്സിലില്ല എന്നും പ്രൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഇക്വലൻസ് റിലേഷനാണ് ടിൽഡ. അതുകൊണ്ട് തന്നെ അത് റിഫ്ലക്സീവാണ്, സിമ്മട്രിക്കാണ്, ട്രാൻസിറ്റീവാണ്. ഇനി ടിൽഡ റിഫ്ലക്സീവ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏത് എലമെൻറ്റ് എസ്സിലെ ഏത് എലമെൻറ്റ് എടുത്താലും ഒരു എലമെൻറ്റാണ് എസ്സിൽ ഏത് എലമെൻറ്റ് എടുത്താലും നമുക്കെന്ത് പറയാം, എ റിലേറ്റഡ് ടു എ ആണ്. എ ടിൽഡ എ ആണ്, കാരണം എ ടിൽഡ എന്ന് പറയുന്നത് റിഫ്ലക്സീവാണ്. അപ്പോൾ എ ടിൽഡ എ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഇക്വലൻസ് ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ എന്താ, ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, എനോട് ഇക്വലൻസ് റിലേഷനുള്ള എല്ലാ എലമെൻസിൻ്റെയും കളക്ഷൻ. അപ്പോൾ എ എവിടെ ഉണ്ടാവും, ഈ റിലേഷൻ വെച്ച് എന്ത് എഴുതാം, നമുക്ക് എ ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്നെഴുതാം. അപ്പോൾ ഏത് എലമെൻറ്റ് എ എടുത്താലും അത് അതിൻ്റെ തന്നെ ഇക്വലൻസ് ക്ലാസ്സിൽ എന്തായാലും ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഓരോ എലമെൻ്റ് എടുത്താലും അത് ഒരു ഇക്വലൻസ് ക്ലാസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് മെമ്പർ ആകുന്ന ഒരു ഇക്വലൻസ് ക്ലാസ് ഉണ്ടാകും എന്ന് നമ്മളിപ്പോൾ കണ്ടു ബൈ റിഫ്ലെക്സിവിറ്റി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ ഒരു എലമെൻറ്റും കൂടെ എടുത്തു, എയും ബിയും. ഇഫ് എ ഈക്വലൻ ടു ബി, എ ഈക്വലൻ ടു ബി ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ ബി എവിടെ ഉണ്ടാവും, ഇക്വലൻസ് ക്ലാസ് ഓഫ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മളിവിടെ എ ആണ് എടുത്തത്, ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ആദ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ എ ഈക്വലൻ ടു ബി ആയതുകൊണ്ട് എ എവിടെ ഉണ്ടാവും, ഇക്വലൻസ് ക്ലാസ് ഓഫ് ബിയിലുണ്ടാവും. കാരണം ബൈ ഡെഫിനിഷൻ അതാണ്, ബിയോട് ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും കളക്ഷനാണ്. അപ്പോൾ എ അവിടെ ഉണ്ടാവും, എ ബിനോട് ഇക്വലൻ്റ് ആണ്. അപ്പോൾ എ ബിയുടെ ഇക്വലൻസ് ക്ലാസ് ആയ സ്ക്വയർ ബ്രാക്കറ്റ് ബിയിലുണ്ടാവും. അപ്പോൾ എ ഇക്വലൻസ് ക്ലാസ് ഓഫ് എയിലുണ്ട്, എ ഇക്വലൻസ് ക്ലാസ് ഓഫ് ബിയിലുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എക്സാക്ട്ലി ഒരു ക്ലാസ്സേ ഉണ്ടാവുള്ളൂ എന്നാണ്. എ കണ്ടെയ്ൻ ചെയ്യുന്ന ഓരോ എലമെൻറ്റും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ഈ എയും ബിയും ഇക്വലൻസ് ക്ലാസ് ഓഫ് എയും ഇക്വലൻസ് ക്ലാസ് ഓഫ് ബിയും സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ദാറ്റ് ഓഫ് ബി. അപ്പോൾ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ സബ്സെറ്റ് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ഓഫ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എ സബ്സെറ്റ് ഓഫ് ബി എന്നും ബി സബ്സെറ്റ് ഓഫ് എയും പ്രൂവ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിയിലുള്ള ഒരു എലമെൻ്റ് എടുത്തു, എക്സ്. സപ്പോസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി. ദെൻ ബൈ ഡെഫിനിഷൻ ബി ഈസ് ഇക്വലൻ ടു എക്സ്. ബിയും എയും തമ്മിൽ റിലേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇക്വലൻസ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നത് ബൈ ഡെഫിനിഷൻ. ഇനി നമുക്കറിയാം ഈ ടിൽഡ എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷനാണ്, അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. സിൻസ് ടിൽഡ ഈസ് ട്രാൻസിറ്റീവ്, നമുക്ക് എ ഈക്വലൻ ടു ബി ഉണ്ട് ആൻഡ് നൗ ബി ഈക്വലൻ ടു എക്സ് ഉണ്ട്. ബൈ ട്രാൻസിറ്റിവിറ്റി വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ഈക്വലൻ ടു എക്സ്. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ് എവിടെ ഉണ്ട്, ബൈ ഡെഫിനിഷൻ എക്സ് ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി അല്ല, എ ഈക്വലൻ ടു എക്സ് ആണ്. സോ എക്സ് ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറയാം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി എന്നെടുത്തു. നൗ വി ഗെറ്റ് എക്സ് ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് എ, ദാറ്റ് ഈസ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് എയിലുണ്ട് എന്നെടുത്തു, ഇക്വലൻസ് ക്ലാസ് ഓഫ് എയിൽ. ദെൻ എക്സും എയും തമ്മിൽ റിലേഷൻ ഉണ്ട്. നമുക്ക് എ ഈക്വലൻ ടു ബി ഉണ്ട്. സിമ്മട്രി ഇക്വലൻസ് റിലേഷൻ ആയതുകൊണ്ട് ഇത് സിമ്മട്രിക് ആണ് ടിൽഡ. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം, ബി ഈക്വലൻ ടു എ എന്ന് എഴുതാം. അപ്പോൾ നൗ വി ഹാവ് ബി ഈക്വലൻ ടു എ ഉണ്ട്, അതുപോലെ എ ഈക്വലൻ ടു എക്സ് ഉണ്ട്. ബൈ ട്രാൻസിറ്റിവിറ്റി അപ്ലൈ ചെയ്യാം, ബി ഈക്വലൻ ടു എക്സ്. ഓക്കെ, ബി ഈക്വലൻ ടു എക്സ്. ദെൻ ബൈ ഡെഫിനിഷൻ എക്സ് ബിലോങ്സ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ എന്നെടുത്തു, വി ഗെറ്റ് എക്സ് ബിലോങ്സ് ടു ബി. ദാറ്റ് ഇംപ്ലൈസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇപ്പോൾ മുമ്പ് കിട്ടിയത് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ, നൗ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ദാറ്റ് ഈസ് എ ഈക്വൽ ടു ബി. ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് ബി. ദാറ്റ് ഈസ് എയും ബിയും ഒക്കെ ആർബിട്രറി നമ്പേഴ്സാണ്, ആർബിട്രറി എലമെൻറ്റ്സ് ആണ് എസ്സിലെ. ദാറ്റ് ഈസ് ഫോർ ഈച്ച് എലമെൻറ്റ് എ ബിലോങ്സ് ടു എസ്, ഇറ്റ് ബിലോങ്സ് ടു എക്സാക്ട്ലി വൺ ഇക്വലൻസ് ക്ലാസ് ഡിറ്റർമൈൻഡ് ബൈ ദ റിലേഷൻ ടിൽഡ. അതായത് എന്തായാലും
ഒരു ഇക്വലൻസ് ക്ലാസ്സിലുണ്ടാകും. ഇനി രണ്ടെണ്ണത്തിലുണ്ട് നമ്മളെടുത്തപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. സോ ദ പ്രൊപ്പോസിഷൻ ഈസ് പ്രൂവ്ഡ്. താങ്ക് യു.